ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ അരി കഴുകി അടപ്പത്തിടാണ്. റൈസ് കുക്കറിലാണ് ഇട്ട വയ്ക്കണത്. അപ്പോൾ എവിടെയെങ്കിലും പോകേണ്ട വല്ല അത്യാവശ്യ തിരക്കുകളൊക്കെ വരാണെങ്കിൽ നേരത്തെ എണീറ്റ് പോകേണ്ട സമയത്തൊക്കെ റൈസ് കുക്കറിലാണ് അരി അടപ്പത്തിടുക. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കലത്തിലൊക്കെ നോക്കിയപ്പോൾ വെള്ളമൊക്കെ തീർന്നിരിക്കണേ. അപ്പോൾ ഞാൻ കലമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വെള്ളം കോരി. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പം വന്നപ്പോൾ മീൻ വാങ്ങിക്കൊണ്ട് വന്നു. ചാളയാണ് വാങ്ങിക്കൊണ്ടത്. അപ്പോൾ അതിൽ വയ്ക്കാനായിട്ട് വേപ്പിലയൊക്കെ വേണമല്ലോ കറി വയ്ക്കണമെങ്കിൽ. അപ്പോൾ വേപ്പിലയില്ല. അപ്പോൾ വേപ്പില പൊട്ടിക്കാൻ പോയി. എന്ത് ചെയ്താൽ വേപ്പില പൊട്ടിക്കാൻ കിട്ടണില്ല, അറ്റത്താണ്. അങ്ങനെ അവസാനം അതിപ്പോൾ ഗുസ്തി പിടിച്ച് ഒരു ചെറിയ കൊമ്പ് കിട്ടി. അപ്പോൾ അതെന്ന് പറഞ്ഞ് അതിൽ തൃപ്തിപ്പെട്ട് വീട്ടിൽ പോന്നു. അത് കഴിഞ്ഞ് അമ്മ പച്ചമുളക് പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കിട്ടിയ വേപ്പിലയമേ ചെറിയ പുഴുക്കുത്തുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് നല്ല വേപ്പിലയുടെ അല്ലികൾ ഇങ്ങനെ പറിച്ച് മാറ്റി വെക്കുകയാണ് അമ്മ. അപ്പോൾ അത് കഴിഞ്ഞ് കറി വെക്കാനുള്ള ചട്ടിയിലാണ് മീൻ കറി വെക്കണേ. അപ്പോൾ അതിനുള്ള ചട്ടി കഴുകിയെടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ മീൻ കവറിൽ നിന്ന് എടുത്ത് ചട്ടിയിലേക്ക് ഇട്ടു. 8 മീനാണ് ഉണ്ടായത്. 100 രൂപയ്ക്കാണ് വാങ്ങിയത്. 8 മീനാണ് നമുക്ക് 100 രൂപയ്ക്ക് കിട്ടിയപ്പോൾ വാങ്ങിയപ്പോൾ കിട്ടിയത്. ചാളയാണ് സംഭവം, മീൻ. അപ്പോൾ അത് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നാക്കി എടുക്കുമ്പോൾ പൂച്ചയുടെ മ്യാവും കരച്ചിൽ കേൾക്കണം. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ പുറത്ത് മീനിൻ്റെ മണം കേട്ടിട്ട് പുറത്ത് വന്ന് നിൽക്കുകയാണ്. കണ്ട, 2 പേര് പുറത്ത് വന്ന് നിൽക്കാം. അപ്പോൾ നന്നാക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ 8 മീനാണുള്ളത്. അപ്പോൾ 8 മീനാണ് കിട്ടിയത്. കൃത്യം 8 മീൻ കേട്ടോ. അപ്പോൾ തലയൊക്കെ എടുത്തിട്ടുണ്ട് അമ്മ കറി വയ്ക്കാനായിട്ട്. അപ്പോൾ കുറച്ച് പലിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വേറെ വർക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു. അപ്പോൾ ഇതിൽ കഴുകാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ട് കഴുകാൻ വേണ്ടി കൊണ്ടുപോകാം. അപ്പോൾ പുറത്ത് കൊണ്ടുപോയിട്ടാണ് മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കഴുകണതൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ പൂച്ചകളുടെ ശല്യം കാരണം പൂച്ചകൾ എന്തെങ്കിലും സമ്മതിക്കണില്ല പുറത്ത് നന്നാക്കാൻ. അപ്പോൾ അത് കാരണം അമ്മ അപ്പുറത്തിരുന്ന് നന്നാക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പലിഞ്ഞും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പലിഞ്ഞിനാണ് അവിടെ മാറ്റി വെച്ചേക്കുന്നത് കഴുകിയിട്ട്. അപ്പോൾ ഒന്നുകൂടി കഴുകി അതെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ അരി തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ അമ്മ അതിനിടയ്ക്ക് പലിഞ്ചിയും കൊണ്ട് അകത്ത് വയ്ക്കാനായിട്ട് പറഞ്ഞതാണ് കഴുകിയിട്ട്. നമ്മൾ അപ്പുറത്ത് കണ്ട പൂച്ചകളില്ലേ, അതാണ് ഈ പൂച്ചകൾ. അപ്പോൾ അരി റൈസ് കുക്കറിൽ ഇറക്കിയിട്ട് അടച്ച് വെക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വറുക്കാനും കറി വയ്ക്കാനുള്ളിലേക്കൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടി വയ്ക്കുകയാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കറി വയ്ക്കാനുള്ളത് അമ്മ അവിടെ വൃത്തിയാക്കേണ്ട കേട്ടോ. അടിച്ച് വന്നതാണ് അടുപ്പിൻ്റെ അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടുപ്പിൻ്റെ അവിടെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് വിറക് കത്തിച്ച് ചട്ടി നമ്മൾ കയറ്റി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഉള്ളിയിട്ട് വഴറ്റാണ്. രാവിലെ നമ്മൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയിട്ട് പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. ചെറുപ്പഴം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അത്രയൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും രാത്രി ആവാറായി. ഏകദേശം ഒരു 6:45 ആയിട്ടുണ്ടായിരുന്നു സമയം. അപ്പോൾ അതൊക്കെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് ഉള്ളിയൊക്കെ മൂത്തപ്പോൾ അതിലേക്ക് പച്ചമുളക്, നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക്, ഉണ്ടമുളകാണ്, അതും കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കാണ്. അപ്പോൾ അത് മൂത്ത് കഴിഞ്ഞപ്പോൾ മീൻകറിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ പുളി, വാളൻ പുളി, അത് പിഴിയാണ്. ഇനി നമുക്ക് തക്കാളി ഇടാം ഇതിലേക്ക്. അപ്പോൾ തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റാണ്. അപ്പോൾ തക്കാളി വഴലാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഉടച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് വഴണ്ട് വരും. അപ്പോൾ വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ മുളക് പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച്, മുളക് പൊടി മൂത്ത് കഴിഞ്ഞപ്പോൾ പുളി പിഴിഞ്ഞ് വെച്ച പുളി ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു. എപ്പോഴാണ് ഇട്ട് ആ സമയത്താണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറ്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കി പുളി ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പാകത്തിനായിട്ട് വന്നപ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് അതൊന്ന് ഇളക്കി തിളച്ച് നന്നായിട്ടൊന്ന് കുറുതായി വരാനായിട്ട് വെച്ചു. അപ്പോഴേക്കും അമ്മ അവിടെ അരി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വെന്തത്. അങ്ങനെ അവസാനം കറിയൊക്കെ കുറുതായി പാകത്തിന് ചാറൊക്കെ ആയി വന്നപ്പോൾ അത് ഇറക്കി വാങ്ങി അവസാനം വെളിച്ചെണ്ണ ഒഴിച്ച് മാറ്റി വെച്ചു. പിന്നെ മീൻ വറുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീഞ്ചട്ടി കയറ്റി വെക്കുകയാണ്.
അപ്പോൾ ചീഞ്ചട്ടി കയറ്റി വെച്ചു. അതൊക്കെ വറ്റി ചീഞ്ചട്ടിയിൽ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് കറിവേപ്പില കൂടി ഇടണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ബാക്കി പരട്ടി വെച്ച മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഉപ്പിൻ്റെ ഒക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് ആ മീനിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് വന്ന മീൻ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തിട്ട് ഇനി നമ്മൾ പലിഞ്ഞീനുണ്ടല്ലോ, ഈ ചാളയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയ പലിഞ്ഞീൻ, അത് നമ്മൾ വറുക്കാനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതുപോലെ തന്നെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ വറുത്ത മീൻ കഷ്ണങ്ങൾ കോരി മാറ്റിയിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ കളയണം കേട്ടോ. നമ്മളത്തെ ആ വറുത്ത മീനിൻ്റെ അടിഭാഗമൊക്കെ അതിലും മീനിൻ്റെ ഒക്കെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ, തരികളൊക്കെ ഉണ്ടാവുമല്ലോ വെളിച്ചെണ്ണയിൽ. അപ്പോൾ അതൊക്കെ ചിരണ്ടി അതൊക്കെ എടുക്കുകയാണ്. അത് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് ചോറ് കൂട്ടി കഴിക്കാനായിട്ട്. അതിൻ്റെ തരികൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കാരണം ആ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ച ആ തരി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ചോറ് കൂട്ടിയാൽ തന്നെ കഴിക്കും. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കറി ഉണ്ടെങ്കിലും വേറെ എന്ത് കറി ഉണ്ടെങ്കിലും ഒരു കഷ്ണം മീൻ വറുത്തത് മതി. ഒരു പാത്രം ചോറ് ഞാൻ ആ ഒരു കഷ്ണം മീൻ വറുത്തത് കൊണ്ട് തന്നെ തിന്നു തീർക്കും. ഒരു കഷ്ണമല്ല, ഒരു ഒരു മീൻ വറുത്തത് കൊണ്ട് തന്നെ ഞാൻ തിന്നു തീർക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പലിഞ്ഞീനൊക്കെ അതിലിട്ട് വറുത്ത് കോരി ഫ്രൈ ആക്കി നല്ല കറുമുറാന്ന് കടിച്ച് തിന്നാൻ പാകത്തിനാക്കിയിട്ട് വാങ്ങാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ അതിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു. അപ്പോൾ അപ്പൻ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അതും കൂടി എടുത്തു. നമ്മൾ നേരത്തെ കറി ഉണ്ടാക്കിയല്ലോ, കറി ഉണ്ടാക്കിയ അടുപ്പിൽ കനലുണ്ടായിരുന്നു. ആ കനലിൽ വറ്റൽമുളക് ചുട്ടെടുത്തു. എന്നിട്ട് ഇടിക്കണ കല്ലിൽ ഉള്ളി, ചുട്ടെടുത്ത വറ്റൽമുളക്, ഉപ്പ് ഒക്കെ ഇട്ട് ചതച്ചെടുത്തിട്ട് ഒരു ചെറിയ ടീസ്പൂൺ കൊണ്ട് അതിന് കോരി കുഞ്ഞൊരു കൂട്ടാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഇതിന് വെളിച്ചെണ്ണയാണ് വേണ്ടത്. ചമ്മന്തി എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയാണല്ലോ വേണ്ടത്. വെളിച്ചെണ്ണയാണല്ലോ ചമ്മന്തിയുടെ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ചമ്മന്തി റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.